എടാ എൻ്റെ വണ്ടിക്ക് പെറ്റി ഒന്ന് നിൽക്കണമെന്ന് നോക്ക്. ഞാൻ വേറൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ തമാശ കളിക്കണ്ട, ഒന്ന് നോക്ക്. അതൊക്കെ സ്വന്തം അങ്ങ് നോക്കിയാൽ മതി. എനിക്ക് നോക്കാൻ അറിയപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുമോ? ഓ, ബാക്കി മൊബൈൽ എല്ലാ കാര്യവും നോക്കാൻ അറിയാലോ, ഇത് മാത്രം അറിയില്ലല്ലേ? അറിയാനിട്ടല്ലേ. ഇങ്ങ് എടുക്ക്. എന്നാ. ഇതല്ല, വണ്ടി നമ്പർ പറയും. ആ എന്നാൽ ഇടക്കിടക്ക് അടിക്കട്ടെ. ആ പറയും. കേൾപ്പാന്ന് AG 7603. അധികമൊന്നുമില്ല, 3 പറ്റിയേ ഉള്ളൂ. 3? ഈ എന്താ സംഭവം എന്നൊന്ന് നോക്ക്. അതെ, ബാക്കിലുള്ള ആള് ഹെൽമെറ്റ് ഇട്ടില്ല, അതാ. ബാക്കിലിരിക്കുന്ന ആരാന്ന് നോക്ക്. അയ്യന്നെയാണല്ലോ. അടുത്തത് നോക്ക്. അതും ഇയ്യന്നെയാ. ഒന്നുകൂടി അടുത്ത്. ഒക്കത്തിൽ ഇയ്യന്നെയല്ലേ. 1500 അങ്ങോട്ട് അടിച്ചാൽ കേട്ടോ. എന്നാല് അല്ല വേണ്ട, GPay ചെയ്ത് തന്നാൽ മതി, ഞാൻ തന്നെ അങ്ങോട്ട് അടിച്ചാളാം. ഒരു മിനിറ്റ്, വീട്ടിൽ നിന്നൊരു കോൾ ഉണ്ട്. ഹലോ. അല്ല, എന്നിട്ട് എന്താ പറ്റിയോ? ഇതാ ഞാൻ വരിക. ഉമ്മനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതാ. അത് തല കറങ്ങിയാട്ടൊന്ന് വീണാൻ പോലെ. ഉമ്മ എന്തേ പറ്റിയേ? മോനെ ഞാൻ വീണുപോയി മോനെ. അല്ല എടേ വീണ് തോനെന്താ പറ്റിയിരിക്കുന്നോ? അല്ല, ഉമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? ഡോക്ടറെ അടുത്തൊക്കെ പോയി കൊണ്ടുപോകുന്നതാണ്. കൊണ്ടുപോകുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? ഇവരൊക്കെ ചെറിയ ചതവുണ്ട്. അപ്പോൾ ഇവർക്ക് ചതവിൻ്റെ അല്ല, തല ഇറങ്ങിയാണല്ലോ വീണ്. അപ്പോൾ ബാലൻസിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഡോക്ടർ അവിടെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞാ. എന്നിട്ട് എന്തേ ചെയ്യാഞ്ഞേ? ഉമ്മ തീരെ സമ്മതിക്കുന്നില്ല. അത് ശരിയാവില്ല കേട്ടോ. ഈ വാ ഉമ്മ, ഒന്ന് എണീക്ക്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാ. വേണ്ട മോനെ, അന്റെ തൈലമായി കൊണ്ടുവന്ന് വിഞ്ഞാ മതി, നാട്ടു മാറിക്കോളൂ. അതല്ല ഉമ്മ, ഊരവേനേൻ്റെ അല്ല, തലകറക്കം വന്ന് എന്തുകൊണ്ടാണെന്നൊന്നും അറിയണ്ടേ. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയാൽ പരിശോധനക്ക് ഒരുപാട് പോലെ എഴുതും, അതിനൊക്കെ ആരെടുത്താ പൈസ ഉള്ളത്? അത് നേരെ തന്നെ, എൻ്റെ പൈസ ഒന്നും ഇല്ല കേട്ടോ. എന്നാലും ഡോക്ടറെ അടുത്തുണ്ടോ? പോരാ നേരത്ത് എടുത്താൽ പൊന്താത്തൊരു ബില്ല് പോലെ തരും, അതൊക്കെ നേരെ തന്നെ കേട്ടോ. 5-8 ദിവസം കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ആ ബില്ലൊന്നും ഞമ്മക്ക് താങ്ങൂല മക്കളെ. അതാണോ ഇപ്പം ഉമ്മൻ്റെ പ്രശ്നം? ഒരു മിനിറ്റ്. ദാ ഉമ്മ അത് കണ്ടോ? ഹോസ്പിറ്റലിൽ ഒരു പൈസയും കൊടുക്കണ്ട. ഉമ്മൻ്റെ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ വണ്ടി മോനെ. കണ്ടോ, അപ്പോഴേക്ക് തന്നെ ഉമ്മക്ക് പകുതി സൂക്കേട് മാറി. നിങ്ങളോടാണ്, കിടപ്പാടം വിറ്റ് ഹോസ്പിറ്റൽ ബില്ല് അടക്കാൻ നിൽക്കണ്ട. മികച്ച ഒരു ഇൻഷുറൻസ് കവറേജ് ആണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഈ നമ്പറിൽ ബന്ധപ്പെടൂ. വിശദ വിവരങ്ങൾ നിങ്ങളുടെ അരികിലെത്തും.